മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ഈ തട്ടിപ്പുകാരാണ് മുഴുവൻ കാശും അടിച്ചു മാറ്റി. ആഗോള അയ്യപ്പ സംഗമം. എന്റെ പൊന്നെ, എന്തൊരു കളവാണ്! നിയമസഭയിൽ തന്ന കണക്ക് വേറെ, കോടതി തന്ന കണക്ക് വേറെ, ഓഡിറ്റിന് തന്ന കണക്ക് വേറെ. അയ്യപ്പനേക്കാൾ വലിയ പടമാണ് പിണറായി വിജയൻ ഫ്ലെക്സിൽ വെച്ചത്. അപ്പോഴാണ് ഒരു പ്രത്യേക അയ്യപ്പ ഭക്തി ഒരു ദിവസം സുപ്രഭാതത്തിൽ ഉണ്ടാവുകയാണ്. ആകെ പങ്കെടുത്തത് 600 പേരാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 3000 പേരുടെ കണക്കാണ്. 4000 പേര് ലഞ്ച് കഴിച്ചെന്ന് കണക്ക്, 5000 പേര് ഡിന്നർ കഴിച്ചെന്ന് കണക്ക്. കിടക്ക വരെ അടിച്ചു മാറ്റി. അവിടെ കൊണ്ടുവന്ന കിടക്ക വരെ അടിച്ചു മാറ്റി. മൊത്തം കളവ്, പന്തല് കളവ്. കോടതി പറയാണ്. ഈ പണ്ട് കൊല്ലം കോർപ്പറേഷനിൽ ഇവരൊരു ഫെസ്റ്റിവൽ നടത്തി CPM-കാർ. അപ്പൊ ഒരു കുതിരയെ കൊണ്ടുവന്നു. ഈ കുതിരയെ കൊണ്ടുവരുമ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം, അതിന്റെ ചെലവ് വൗച്ചർ കൊടുക്കണം. അപ്പൊ ഇവരൊരു വണ്ടിയുടെ നമ്പർ വൗച്ചർ എഴുതി കൊടുത്തു. കുതിരയെ കൊണ്ടുവന്നു. അപ്പൊ ലോക്കൽ ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കിയപ്പോ ഒരു മാരുതി കാർ. ശരിടാ, മാരുതി കാറിൽ എങ്ങനെയാ കുതിരയെ കൊണ്ടുവന്ന്? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ഈ തട്ടിപ്പുകാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി മുഴുവൻ കാശും അടിച്ചു മാറ്റി. അയ്യപ്പൻ പുറകെയുണ്ട്. അതെല്ലാം പുറത്തു വന്നു. എന്തൊരു കളവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്തുന്നില്ല. ഇപ്പോഴുള്ള സ്ഥിതി എന്താ? ഇപ്പോ ഈ പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക. ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പൊ ഈ റോഡിന്റെ കാര്യം ഇവിടെ പറഞ്ഞു, ഷംസുദ്ദീൻ പറഞ്ഞു. അദ്ദേഹം എത്രയോ അതിന് പുറകെ നടക്കുന്ന ഒരാളാണ്. അട്ടപ്പാടിക്ക് ഒരു കണക്ടിവിറ്റി ഉണ്ടാകും. ആ റോഡ് UDF യാഥാർത്ഥ്യമാക്കും. ധൈര്യമായിട്ടിരുന്നോ. അട്ടപ്പാടിക്ക് പ്രത്യേകമായ പരിഗണന ഉണ്ടാവും. ആ പാവപ്പെട്ട മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കും. അവർക്ക് സംരക്ഷണം ഉണ്ടാവും. മുഴുവൻ സംരക്ഷണവും കൊടുക്കും. കഴിഞ്ഞ കൊല്ലം 512 കോടി രൂപയാണ് SC/ST ഫണ്ട് പ്ലാനിൽ നിന്ന് കട്ട് ചെയ്ത്. ഈ ഇതില്ലേ, നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമല്ലോ, നമ്മുടെ ഫണ്ട് കൊടുക്കും അവർക്ക്, അതുപോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. എല്ലാ പരിപാടികളും ചെയ്യും. ഇതിനെല്ലാം കേരളത്തിൽ മാറ്റമുണ്ടാകും. നമ്മൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ UDF എന്ന് പറയുന്നത് പഴയ UDF അല്ല. നമ്മൾ ടീം UDF. ആ ടീം UDF കേരളത്തിൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകും. ആ വിസ്മയങ്ങൾ ഉണ്ടാകുന്ന ഈ ജില്ലയിൽ അത്ഭുതകരമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകും എന്നാണ് ശ്രീകണ്ഠൻ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ മണ്ണാർക്കാട് റെക്കോർഡ് ഭൂരിപക്ഷം, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള റെക്കോർഡ് ഭൂരിപക്ഷം. ഞെട്ടണം ഭൂരിപക്ഷം കണ്ടേ. വേണ്ടേ? ഏറ്റ് എനിക്ക് ഉറപ്പ് തന്നെ. ഉറക്കത്താ നമുക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റമുണ്ടാകും. കേരളത്തിനും മാറ്റമുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയൂ, നമ്മുടെ കേരളം വരികയാണ്. നമ്മുടെ കേരളം. ആ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതുയുഗ യാത്രയുമായി ഇവിടെ എത്തിയത്. നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ. വാർഷിക പലിശ 4% മാത്രം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മുല്ലപ്പൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. മുല്ലപ്പൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി. നിലാവിന്റെ തേരേറി വന്നു നീ. അഴകു പെയ്തു നിന്നു കസവു ചാത്തി വന്നു. അഴകു പെയ്തു നിന്നു കസവു ചാത്തി വന്നു. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. സാർ, ഞാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്ക് എന്നാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 256 ബ്രാഞ്ച് ഉണ്ട് സാർ. ഞങ്ങൾ കേന്ദ്ര അംഗീകൃത ബാങ്കാണ് സാർ. പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ് സാർ. ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ. നമ്മുടെ എല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്കുള്ളപ്പോൾ
നമുക്കെന്തിന് മറ്റൊന്നും. അത് വലിയൊരു സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. സഹകരണ ബാങ്ക് ഒരു കരുത്താണ്, നാടിന്റെ ഒരു സുഹൃത്താണ്. പെണ്ണെന്നും പൊന്നാണ് അവൾ മിന്നലഴക്, അവൾ മിന്നുമഴക്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്.